ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ പരീക്ഷയൊക്കെ നടക്കുവാണ്. ആനുവൽ എക്സാം ഉണ്ട്, നടക്കുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്റ്റഡി ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ കുറേ പ്രാവശ്യം ഞാൻ സ്റ്റഡി ടിപ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ കുറച്ചുകൂടി സ്റ്റഡി ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിനകത്തുള്ള ബെല്ലൈക്കൺ കുഞ്ഞിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോയിലും മറക്കാതെ പറയുന്ന എൻ്റെ പോമഡോറോ ടെക്നിക്ക് വെച്ച് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടിപ്പാണ് ദ പോമഡോറോ ടെക്നിക്ക്. ഇത് എൻ്റെ എല്ലാ സ്റ്റഡി ടിപ്സ് വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ പോമഡോറോ ടെക്നിക്ക്. അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്കും ഇത് അറിയേണ്ടതാണ്. ഇനിയിപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം 25 മിനിറ്റ് നമ്മൾ മനസ്സിരുത്തി നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു അരമണിക്കൂർ കംപ്ലീറ്റ് ആവുക. ഈ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും മൊബൈൽ എടുക്കാൻ പാടില്ല. നമ്മൾ മൊബൈൽ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ പാടില്ല. അത് നമ്മുടെ പഠിത്തത്തിൽ നിന്നുള്ള ആ ഒരു മൂഡിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കും. നമ്മളൊരു 5 മിനിറ്റ് അല്ലേ ഉള്ളൂ, 5 മിനിറ്റ് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചായിരിക്കും എടുക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ മണിക്കൂറുകളോളം അതിനകത്ത് ഇരുന്ന് പോവും, നമ്മൾ പോലും അറിയത്തില്ല. അപ്പോൾ അത് ഒരിക്കലും എടുക്കാതിരിക്കുക. അതിന് പകരം കുറച്ച് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കുവോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ചെന്ന് നോക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതേപോലെ ഒരു 4 പ്രാവശ്യം ചെയ്യുക. മീൻസ് ഒരു 2 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ ഒരു ലോങ് റെസ്റ്റ് എടുക്കുക. അതോടെ നമ്മൾ പഠിത്തം നിർത്തുവാണെങ്കിൽ നമുക്ക് മൊബൈൽ എടുക്കാം. പക്ഷെ എന്നാലും ആ 15 തൊട്ട് 20 മിനിറ്റ് വരെയുള്ള ആ ഒരു സമയത്ത് മാത്രം നമ്മൾ മൊബൈൽ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിലോട്ടത് കയറുന്ന ആ ഒരു സമയമാണ് ഈ റെസ്റ്റ് എടുക്കുന്ന സമയം. അപ്പോൾ നമ്മൾ 24 മണിക്കൂറും കോൺസ്റ്റൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് മനസ്സിലൊന്നും കയറാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി റിവൈസ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിനെല്ലാം കൂടെ ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. അതിനാണ് ഈ പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ജാപ്പനീസ് ടൈപ്പ് ടെക്നിക്കാണ് കേട്ടോ. ഇനി അടുത്തതാണ് റിവൈസ് വൈൽ സ്റ്റഡി. ഇതെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ബുക്ക് നമ്മുടെ പരീക്ഷയുടെ മുന്നേ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും. ഇതേപോലെ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് അറിയാവുന്നതാണല്ലോ എന്ന് നമുക്കൊരു ഇതേപോലെ നമ്മുടെ ബ്രെയിന് നമ്മളോട് ഇങ്ങനെ പറയും. പക്ഷെ എന്നാലും ബ്രെയിനിനെ ആ സമയത്ത് നമ്മൾ അനുസരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെയിന് ലേസിനെസ് കാരണം അങ്ങനെ പറയുന്നതാണ്. അതിനിപ്പോൾ ബ്രെയിന് അങ്ങനെ വെറുതെ പറയുന്നതാണോ, അത് നമുക്ക് അങ്ങനെ ശരിക്കും ആ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ബുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് അതെന്താണ്, ആ കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ചിന്തിച്ചിട്ട് നമുക്കത് ക്ലിയറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് പഠിച്ചത് നമ്മൾ മറന്നുപോയി എന്നാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അത് വീണ്ടും നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് ദ റിവൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാമിൽ കുറേ മാർക്ക് നമ്മൾ കളയുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അടുത്തത് റൈറ്റ് ആൻഡ് സ്റ്റഡി. നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും 2 ഇരട്ടി ഗുണം നമ്മൾ എഴുതി പഠിക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ എഴുതി പഠിക്കാൻ വേണ്ടി പറ്റത്തില്ലായിരിക്കും, കാരണം മടിയുള്ളവരുണ്ടാവാം. ആ മടിയൊക്കെ നമ്മൾ മറക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരീക്ഷയിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് മടി പിടിച്ച് വെറുതെ ഇരുന്ന് ടി വിയും മൊബൈലും കാണുന്ന സന്തോഷത്തെക്കാളും വലിയ സന്തോഷമാണെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ എഴുതി പഠിക്കാൻ വേണ്ടി. നമ്മൾ എഴുതി പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കണം. അല്ലാതെ വെറുതെ ബുക്കിൽ നോക്കി ജസ്റ്റ് ബുക്കിൽ തന്നെ നോക്കിയിട്ട് കൈകൊണ്ട് വെറുതെ എഴുതിയിട്ട് ഗുണമില്ല. നമ്മളതെന്താണോ എഴുതുന്നത് അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മളത് വായിച്ചുകൊണ്ട് വേണം എഴുതാൻ. എന്നാലേ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ എഴുതി സമയം കളയാതെ നമ്മൾ ആ എഴുതുന്നതിനെ കൂടുതൽ യൂസ്ഫുൾ ആക്കണം.
അടുത്തതാണ് കീപ് ദി മൊബൈൽ അസൈഡ് വൈൽ സ്റ്റഡിങ്. ഇതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ മൊബൈൽ നമ്മുടെ അടുത്തുള്ളത് നമുക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസും ഡിസ്ട്രാക്ഷനും നമുക്കുണ്ടാക്കും. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ പഠിക്കുന്ന ഒരു മൂഡിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ ചില പിള്ളേർക്ക് ഇതേപോലെ ഈ മൊബൈൽ കാണുമ്പോഴത്തേക്ക് ആ മൊബൈൽ തൊട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അസ്വസ്ഥത എനിക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല. ആ മൊബൈലിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ മൊബൈലിൻ്റെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നത്തേയില്ല. അത്രയ്ക്ക് നിങ്ങളെ ആ മൊബൈൽ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ പഠിക്കുന്ന സമയത്തെങ്കിലും ആ മൊബൈലൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പഠിത്തത്തിലോട്ട് ചിലപ്പോൾ നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആയി പോയാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനെക്കുറിച്ച് നമ്മൾ ചിലപ്പം മറന്നു പോയേക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. പരീക്ഷ വരും പോവും, പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം സമ്മർ സീസണാണ്. വെള്ളം കുടിക്കാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. മീൻസ് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. ഇല്ലെങ്കിൽ നമുക്കത് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ചിലപ്പോൾ അറിയാമല്ലോ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും പാടില്ല. അപ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മൾ എന്ത് പാടില്ല, വെള്ളം കുടിക്കുന്നത് നിർത്താൻ പാടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന എല്ലാ ടിപ്സും നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ഒരു ഗെയിം ചേഞ്ചറാണ്. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് ഒബേ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പരീക്ഷയിൽ എന്തായാലും നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.